ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊരു ചിരട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മോടി കൂട്ടണം. എങ്ങനെയാണ് ഞാനൊരു വെട്ടുകഷ്ണം തുണി വെച്ചിട്ട് എങ്ങനെ നമുക്ക് മോടി കൂട്ടാം അത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ചിരട്ടയുടെ അളവൊന്നെടുക്കണം. അതാണ് നമ്മൾ പല വലിപ്പത്തിലുള്ള ചിരട്ട, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവൾ അളവെടുക്കുക. അളവെടുത്തിട്ട് ഇത് എങ്ങനെയാണ് തയ്ക്കണേന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, അപ്പോൾ ഈ ചിരട്ടയുടെ അളവെടുത്ത് ഇത് കണ്ടേ 10 ഇഞ്ചുണ്ട്. ഇങ്ങനെ റൗണ്ട് എടുക്കണം. ഈ റൗണ്ട് എടുത്തപ്പോൾ 10 ഇഞ്ചുണ്ട്. ഇതെങ്ങനെ തയ്ക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവെടുത്തു. അതിന് 10 ഇഞ്ച് നീളമാണ്. അതിനെങ്ങനെ കവർ തയ്ക്കണേന്ന് നമുക്ക് നോക്കാം. 10 ഇഞ്ച് നീളത്തിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു പീസിനകത്ത് കട്ട് ചെയ്തെടുക്കാം. വേണ്ട, 10 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി കൂട്ടി 13 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയും ഉള്ള ഒരു തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനെ നമ്മൾ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കി, അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ പെൻസിലെടുത്തിട്ട് ഇതിൻ്റെ ഈ തുമ്പില്ലേ ഈ വശത്ത് ഇവിടെ, അതായത് ഇതിൻ്റെ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന ആ കോർണറിൽ വെച്ചിട്ട് ഒരു ഈ ടേപ്പിൻ്റെ അറ്റം ആ കോർണറിൽ വെച്ചിട്ട് 6 ഇഞ്ച് ആ കോർണറിൽ വെച്ചിട്ട് ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങി നമ്മൾ ഈ ടേപ്പിൻ്റെ ഹോളുള്ള വശത്തേക്ക് എടുക്കുക. ഇത് ഹോളുള്ളത് അവിടെ ഒരു പെൻസിൽ ഇങ്ങനെ വയ്ക്കുക. കണ്ട, പെൻസിൽ വെച്ചിരിക്കുന്ന അതിങ്ങനെ വെച്ചിട്ട് ഏറ്റവും അറ്റത്ത് നിന്നോട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഈ കോർണറിൽ നിന്ന് ഇത് കറക്റ്റ് ഇതിൽ വരച്ചിട്ട് ഒരു ചോക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സെയിം ആ അളവിൽ തന്നെ വെച്ചിട്ട് ഈ തുണി നീങ്ങാതെ ഈ മൂലയിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കി കറക്കി ഇടുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ എത്രയുണ്ട്, 6.25 ഉണ്ട്. എല്ലായിടത്തും 6.25 എടുത്തെടുത്ത് വരച്ചിടണം. അതാണ് ആ ആ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കണ്ടേ. ഇത് നമുക്കിത് കണ്ട അതിങ്ങനെ റൗണ്ടായിട്ട് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ അരികുകളെല്ലാം മടക്കി തയ്ക്കുക. തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക. ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് മെഷീനിൽ ലോക്ക് ചെയ്താലും മതി. എന്നിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് വെച്ച് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു വരണം. അത് അടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കാം. ഇലാസ്റ്റിക് ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചാലും മതി. ഈ റബ്ബർ ബാൻഡ് ഇതിങ്ങനെ 2ആയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിന് ഒരു നേർപകുതിയുടെ അടയാളം ഇങ്ങനെ വയ്ക്കുക ഈ റബ്ബർ ബാൻഡിൽ. എന്നിട്ട് ഈ തുണി ഇങ്ങനെ 2ആയിട്ട് മടക്കുക. ഈ 2ആയിട്ട് മടക്കിയിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക, ഇപ്പുറത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇവിടെ നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് ഇപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ അടയാളം ഇവിടെ വെച്ചിട്ട് അടിക്കുക. ഇവിടെയുള്ള അടയാളം ഇവിടെ അടയാളം ഉണ്ട്. ഈ അടയാളം ഇവിടെ വെച്ച് അടിക്കുക. ഇപ്പുറത്തെ ഇവിടെ വരണം. ഇത്രയും ഭാഗം അടിച്ചടിച്ച് വരണം. അതെങ്ങനെയാണ് അടിക്കണേന്ന് നോക്കാം. നമുക്ക് തുമ്പൊളിച്ച് ആദ്യം ഒരു പ്രാവശ്യം മടക്കി തയ്ക്കുക. എന്നാലേ നിങ്ങൾക്കത് റൗണ്ടായതുകൊണ്ട് എളുപ്പം കിട്ടുള്ളൂ.
ഇനി ഇത് തുമ്പൊളിച്ച് മടക്കി തയ്ക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ ഇതിൻ്റെ റബ്ബർ ബാൻഡിൽ നമ്മുടെ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ അടയാളം എവിടെയാണെന്ന് നോക്കുക. ആ അടയാളം നമ്മുടെ ഇവിടുത്തെ നോച്ചിട്ടേക്കണോടത്ത് വെച്ച് അടയാളപ്പെടുത്തി ഇത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഈ അടുപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് അടിക്കുക. ഉണ്ടോ? ഇത് അടിക്കണേ റബ്ബർ ബാൻഡ് അടിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ കെട്ടിട്ട് നിർത്തി എന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഏടണ പോലെ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 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 ഏടി തയ്ക്കണം. അല്ലാണ്ട് നേരെ തയ്ച്ചെന്നാൽ നൂല് പൊട്ടിപ്പോകും. ഏടി തയ്ക്കണം കാണിച്ചു തരാം. ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ നേരെ തയ്ച്ച് പോയാൽ മതി. കണ്ടോ? ഇവിടെ അവിടെ അടയാളപ്പെടുത്തിയോടെ വന്നു. ഇലാസ്റ്റിക്കിൻ്റെ അടയാളപ്പെടുത്തിയോടെ വന്നു. കണ്ടോ? ഇങ്ങനെ ഇതിനകത്ത് ഏടി പോവുക. ഇങ്ങനെ ഏടി നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അതിനകത്ത് ഇട്ടെന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ എല്ലാതും തയ്ച്ചെടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഞാൻ ഇതൊക്കെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഇതിനകത്തേക്ക് ഇടണേന്ന് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ ഇത് ഒരെണ്ണത്തിന് ഇട്ട് കാണിക്കാം. കണ്ടോ? ഇങ്ങനെ വെച്ച് ഇട്ടാൽ മതി. കറക്റ്റായിട്ട് കണ്ടോ? ഇങ്ങനെ ഞങ്ങൾ എല്ലാം ഞാനിട്ട് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് കണ്ടോ? ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തു ഇട്ടു. നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കണ്ട, അല്ലാതെ തന്നെ നമുക്കിത് ഭംഗിയായിട്ട് എടുക്കാം.
അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.